ഹലോ ഗായ്സ്, നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എങ്ങനെ നമുക്ക് ഡിവിഷൻ വണ്ണിലേക്ക് പുഷ് ചെയ്യാം, അതും വെറും ഈസി ആയിട്ട് എങ്ങനെ പുഷ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ ഞാനൊരു ഡിവിഷൻ വണ്ണിലേക്ക് പുഷ് ചെയ്യുന്ന ഒരാളാണ്, അതും വെറും F2P സ്കോഡ് വെച്ചിട്ട്. F2P സ്കോഡ് എന്താണെന്ന് വെച്ചാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. F2P സ്കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്ലേയേഴ്സ് വെച്ചിട്ടുള്ള സ്കോഡിനാണ് F2P സ്കോഡ് എന്നറിയപ്പെടുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും ഈസി ആയിട്ട് ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ ഈസി ആയിട്ട് തന്നെ ഡിവിഷൻ വണ്ണിലേക്ക് കയറാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ പറയാമല്ലോ, ഞാൻ ഒരു നല്ലൊരു പ്രോ പ്ലെയർ ഒന്നുമല്ല. എല്ലാവരും പോലെ തന്നെ ഒരു ആവറേജ് മീഡിയം പ്ലെയറാണ് ഞാൻ. അപ്പോൾ എനിക്ക് കയറാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് കയറിക്കൂടാ? നിങ്ങൾ ഇതൊക്കെ മാത്രം ശ്രദ്ധിച്ച് നിങ്ങളൊന്ന് കളിച്ച് നോക്കുക. ഞാനിപ്പോൾ ഈ പറയുന്ന ഈ ഒരു 5 പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ട് അത് വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. സോ ഞാൻ ഒരുപാട് ലാഗ് അടിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് പോകാം. സോ ടിപ്പ് 1 ആണ്, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഒരിക്കലും പുഷ് ചെയ്തിരിക്കുക. കാരണം ഹെവി ഒപ്പോണൻസ് എല്ലാം കളിക്കുന്നതാണ്. എന്ന് വെച്ചാൽ നമ്മൾ സീസൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബേഴ്സ് അതുപോലെ ഹെവി പ്ലേയേഴ്സ് എല്ലാം കളിക്കുന്നത്. സോ നമുക്ക് ഹെവി ഒപ്പോണൻസാണ് എപ്പോഴും നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പുഷ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ നിങ്ങളൊരു സീസണൊക്കെ തുടങ്ങി ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു ആവറേജ് ഒപ്പോണൻസൊക്കെ കിട്ടും. സോ നമുക്ക് നൈസായിട്ട് ജയിക്കാനും പറ്റും. സോ നിങ്ങളാരും സീസൺ തുടങ്ങുമ്പോൾ തന്നെ പുഷ് ചെയ്യാതിരിക്കുക. ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിന്നിങ് കൂട്ടാൻ സാധിക്കും. അടുത്ത ടിപ്പ് 2 ആണ്, പ്രോപ്പർ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ മാച്ചും നമുക്ക് നല്ല രീതിക്ക് പെർഫോം ചെയ്യാൻ പറ്റും. പക്ഷേ എല്ലാവരും കൈ വൈഫൈ ഒന്നും കാണണമെന്നില്ല. സോ ഈ എന്തായാലും നെറ്റിന് ലാഗ് നമ്മൾ മൊബൈൽ ഡേറ്റ വെച്ച് കളിക്കുമ്പോൾ എന്തായാലും വരും. സോ നമുക്ക് ഈ നെറ്റ് ലാഗ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ കളിക്കാൻ പറ്റുന്നൊരു ടൈമാണ്, ആരും കളിക്കാത്ത ടൈമായിട്ടുള്ള ടൈമാണ് രാവിലെ ഒരു വെളുപ്പിനെ ടൈം എന്ന് വെച്ചൊരു 5 to 8 ആ ടൈമിലൊക്കെ നമ്മൾ കളിച്ച് കഴിഞ്ഞാൽ ഹെവി ഒപ്പോണൻസ് ഒന്നും കാണത്തില്ല. കാരണം അതുപോലെ തന്നെ നമുക്ക് നെറ്റിൻ്റെ ലാഗ് ഇഷ്യൂ കുറയും. കാരണം ആ സമയത്തൊക്കെ എല്ലാവരും ഉറക്കം പിന്നെ വേറെ ഓരോ കാര്യങ്ങളിലൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. സോ അപ്പോൾ നമുക്ക് പ്ലേയേഴ്സിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ഈ നെറ്റൊക്കെ പ്രോപ്പർ കണക്ഷനൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് നല്ലൊരു പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ അപ്പോഴേക്കൊന്ന് കളിച്ച് നോക്കുക. ടിപ്പ് 3, നല്ലൊരു ഫോർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പെർഫോമൻസും കീപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ ഇപ്പോൾ ഒരു ഫോർമേഷൻ്റെ ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഫോർമേഷൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എസ്പെഷ്യലി ഫോർ റാങ്ക് പുഷിങ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു പക്ക കിടിലം ഒരു ഫോർമേഷൻ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. സോ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ടിപ്പ് നമ്പർ 4 ആണ്, പ്ലേ സ്റ്റൈൽ. ആരും അങ്ങനെ അധികം ശ്രദ്ധിക്കാത്തൊരു സംഭവമാണ് പ്ലേ സ്റ്റൈൽ. ഫോർമേഷൻ കഴിഞ്ഞാൽ അടുത്ത പ്ലേ സ്റ്റൈലാണ്. എല്ലാവരും ക്വിക്ക് കൗണ്ടറൊക്കെ ഇട്ടായിരിക്കും മിനിമം ആൾക്കാരും കളിക്കുന്നത്. സോ നിങ്ങൾ ഇട്ടേക്കുന്ന പ്ലേ സ്റ്റൈലിൽ നിന്ന് ലോങ് ബോൾ കൗണ്ടർ ഇട്ട് കളിച്ച് നോക്കുക. നല്ലൊരു പെർഫോമൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ലാസ്റ്റ് ടിപ്പ് നമ്പർ 5, നിങ്ങൾ ഗ്യാപ്പ് ഇട്ട് നിങ്ങൾ മാച്ചസ് കളിക്കുക. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളെല്ലാം ഗ്യാപ്പ് ഇട്ട് കളിച്ച് കഴിഞ്ഞാൽ എങ്ങനെ വിന്നിങ് സ്ട്രൈക്ക് കൂട്ടും, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ ഒരു മാച്ച് കളിച്ചിട്ടൊരു 1 to 2 hours കഴിഞ്ഞിട്ട് കളിക്കാം. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ അകത്തൊരു റാങ്കിങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. നമ്മൾ ഈ കൂടുതൽ കളിക്കുന്നതിനനുസരിച്ച് റാങ്ക് കൂടും. അപ്പോൾ ഹെവി ആയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് 1,00,000 റാങ്കിങ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കളിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ള റാങ്കിങ്ങാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ 1,00,000 റാങ്കിങ് ഉള്ള ആൾക്ക് ഓപ്പോണൻ്റായിട്ട് വരുന്നത് 2,00,000 ഉള്ള റാങ്കുള്ള പ്ലെയർ ആയിരിക്കും. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് നല്ല ലോസ് അടിക്കും, നല്ല പോയിൻ്റ് ലോസ് ആവും. ജയിച്ചു കഴിഞ്ഞാൽ വലിയ പോയിൻ്റ് കൂടത്തുമില്ല. അപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഇട്ട് കളിക്കുമ്പോൾ നമ്മുടെ റാങ്കിങ് കുറയും. അതായത് ഇപ്പം നമുക്ക് 1,00,000 റാങ്കിങ് ഉണ്ട്. ഒരു മാച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു 1 hour ബ്രേക്ക് എടുത്തിട്ട് കയറുമ്പോൾ നമുക്ക് റാങ്കിങ് കുറഞ്ഞു കാണും. എന്ന് വെച്ചാൽ 1,00,000 താഴോട്ടാവും. സോ നമ്മൾ അപ്പോൾ കളിക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ 2,00,000 റാങ്കിങ് ആണെങ്കിൽ 1,00,000 റാങ്കിങ്ങുള്ള ഓപ്പോണൻ്റ് ആയിരിക്കും വരിക. സോ നമ്മളപ്പോൾ അവിടെ തോറ്റാൽ നമുക്ക് വലിയ പോയിൻ്റ് മൈനസ് ആവത്തില്ല. ബട്ട് ജയിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോയിൻ്റ് തന്നെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. സോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കളിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡിവിഷൻ 1 കയറാൻ സാധിക്കും. സോ നിങ്ങളിതൊക്കെ ശ്രദ്ധിച്ചൊന്ന് കളിച്ച് നോക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആയി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണുന്നതുവരെ സീ യു.